എത്രത്തോളം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ നമുക്കൊരു ചാൻസ് കിട്ടി. ഒരു നല്ല എൻട്രി ആയിരുന്നു. പക്ഷെ ഒരു നിലനിന്ന് പോവാൻ എത്രത്തോളം ഒരു കഷ്ടപ്പാടുണ്ട് സിനിമയിൽ? നിലനിന്ന് പോകണമെങ്കിൽ കഷ്ടപ്പാടല്ല, ഉം. നിലനിന്ന് പോകണമെങ്കിൽ പ്ലാനിങ്. ഉം. പ്ലാൻ ചെയ്യണം. ഉം. ഇല്ലേ, ഇപ്പം നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു, അതേപോലെ തന്നെയാണ്. ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സിനിമ പ്ലാറ്റ്ഫോം അല്ലേ. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, അതിലെല്ലാവർക്കും എത്തിപ്പെടണമെന്നില്ല. ചില ആൾക്കാർ നേരത്തെ എത്തും, ചില ആൾക്കാർ പതുക്കെ എത്തും, ചില ആൾക്കാർ എത്തിയേക്കാം. അപ്പം നമ്മളവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ അതിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നല്ല നല്ല സിനിമകൾ ചെയ്യണം, നല്ല നല്ല കഥാപാത്രങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന കഥാപാത്രം 100% നീതി പുലർത്തണം. ആസ് ആക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ മുതിർന്ന, നേരത്തെ പറഞ്ഞില്ലേ ഈ മുതിർന്ന ഈ മുതിർന്നവരുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അവരുണ്ടാക്കി വെച്ച ബിൽഡിങ്ങിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അവരെന്തോരം മുതിർന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലേ ഇവിടെ ഉള്ളേ. അവർ ചെയ്ത് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് അല്ലേ, അത്രയും ക്രാഫ്റ്റ് ഉള്ള ആൾക്കാരല്ലേ. അപ്പം അവരുണ്ടാക്കി വെച്ച ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ആ ഇൻഡസ്ട്രിയിലേക്കല്ലേ നമ്മൾ വരുന്നത്. ശരിയല്ലേ? ഇപ്പൊ പ്രേംനാം സൂരു, സത്യൻ സാറ്, തിലകൻ സാറ്, മുരളിച്ചേട്ടൻ, നെടുമുടി ചേട്ടൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ എന്ത് കഴിവുള്ള ആൾക്കാർ, നമ്മളൊന്നും ഒന്നുമല്ല അവരെയൊക്കെ മുമ്പിൽ. അടുത്ത് നിൽക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. അത്രയും വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാക്കി വെച്ച ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാനും വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കണം. ഞാൻ വന്ന വഴികളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ പോകാൻ പോകുന്ന വഴികളെക്കുറിച്ച് ഞാൻ ഓർത്ത് വളരെ ക്ലീനായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. ശരിയല്ലേ? അലസമായ ജീവിതം പാടില്ല. എനിക്ക് കിട്ടിയ അംഗീകാരത്തിനെ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. എനിക്ക് എൻ്റെ സിനിമ കണ്ട് കൈയടിച്ച ഓരോ പ്രേക്ഷകനെയും ഞാൻ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പ എനിക്ക് അഹങ്കാരമുണ്ട്, ആ രീതിയിലൊക്കെയുള്ള കമന്റ്സ്? എൻ്റെ മുഖത്ത് നോക്കി ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞുകൂടാന്ന് പറയാനും പറ്റില്ലല്ലോ. ഇപ്പം എൻ്റെ സംസാരത്തിൽ തന്നെ ഒരു അഹങ്കാരം ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലോ? ഇല്ല. കയക്കുന്നവരുടെ പ്രശ്നമാണത്. ഞാൻ പറയുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുഴുവൻ സമയവും സംസാരിക്കുന്നത് എൻ്റെ സിൻസിയറായിട്ട് തന്നെയാണ്, സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ഇതിൽ വേറെ ഒരു ആർട്ടിഫിഷ്യൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാനൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇത് എങ്ങനെ വേണോ ധരിക്കപ്പെടാം. ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തോന്നും, ഓ അവൻ രാവിലെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുക അവൻ്റെ ഷോ വർത്താനം പറയാനായിട്ട്, അല്ലെങ്കിൽ അവന് ജാട. ഞാൻ പറയട്ടെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം, ഇത് ട്രോളല്ല കേട്ടോ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടില്ലേ, അതവർ പറയട്ടെന്നേ. അതിന് നമുക്കിപ്പം ടെൻഷൻ അടിച്ചിട്ട് എന്തെടുക്കാനാ? അവരവർക്ക് പറയാനുള്ളത് അവരവർ പറയാതെ പിന്നെ വേറെ ആര് പറയാനാ? എല്ലാത്തിലും റിയാക്ട് ചെയ്യുന്ന ആളാണോ? റിയാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് തെറ്റ് കണ്ടാ ഞാൻ റിയാക്ട് ചെയ്യും. ജെന്യുയിനാന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറപ്പായിട്ടും എന്ന് കരുതി ഞാൻ റോട്ടെ രാവിലെ ഡ്രസ്സും മാറി പോകുമ്പോൾ എൻ്റെ കടയിൽ അവിടെ ഇരുന്നിട്ട് നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടാടാ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാറില്ല. അത് പറയുന്നതിന് അവിടെ ഇരുന്ന് പറയട്ടെ. പക്ഷേ തെറ്റ് കണ്ടത് ശരിയല്ല എന്ന് തോന്നിയാൽ ഞാൻ റിയാക്ട് ചെയ്യും. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇതുപോലെ ജെന്യുയിനാന്ന് തോന്നിയാൽ അവരെ ഹെൽപ്പ് ചെയ്യോ? 100% ഞാൻ ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നണം എൻ്റെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ ജെന്യുവിനായിട്ട് നിൽക്കുന്ന, ഞാൻ പറട്ടെ, ജെന്യുവിനായിട്ട് നിൽക്കുന്നവർക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ടാന്ന് മനസ്സിലാക്കുന്ന ആളായിരിക്കും. അവൻ്റെ തൊഴിൽ അവൻ സ്ട്രോങ് ആയിട്ട് ജെന്യുവിനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവൻ എത്തേണ്ടടുത്ത് എത്തും. ചിലപ്പോൾ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ സ്വാഭാവികം. എല്ലാം അങ്ങ് ക്ലിയർ ഒരു സ്ട്രൈറ്റ് വരെയായിട്ട് പോയി കഴിഞ്ഞാൽ അതെന്താണ്, അത് ശരിയല്ലല്ലോ. പിന്നെ നമ്മൾ പോകുന്ന വഴികളിൽ നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, പരമാവധി അങ്ങനൊരു ശ്രമം ഞാൻ ശ്രമിക്കാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സിനിമയിലൊക്കെ കണ്ട ഒരു തെറിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ, ഒരു വില്ലൻ വേഷം, ഭയങ്കര ഒരു പവറായിട്ടുള്ള ഒരു പയ്യൻ. അപ്പോൾ ശരിക്കും ജീവിതത്തിലും അത്രത്തോളം സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ നോർമലി നമ്മളെല്ലാരെയും പോലെ കരയാറുണ്ടോ? മനുഷ്യരാണ്, കരയും, പക്ഷെ സ്ട്രോങ് ആണോ അല്ലെ ഡൗൺ ആണോ? ഞാൻ എൻ്റെ ജനനം മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ജീവിതത്തിൽ സ്ട്രോങ് ആണോ അല്ലേന്ന്. അങ്ങനല്ലേ ഞാൻ ചോദിക്കുന്നത്. കരഞ്ഞു പോവാറുണ്ടോ, തളർന്നു പോവാറുണ്ടോ, പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും കാര്യത്തിന് അങ്ങനെ വിഷമിക്കാറുണ്ടോ? അങ്ങനെ സംഭവിക്കൂ? എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കില്ലല്ലോ. നമുക്ക് കരയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്
ഏറ്റവും അവസാനത്തെ ഇമോഷൻസ് ആണോ? അല്ല, എനിക്ക് തോന്നുന്നു കരച്ചിൽ വന്നേക്കാം. ഇപ്പൊ ഞാൻ കരയാതെ ഇരുന്നിട്ടില്ല. കരയാം, ഒരു വിഷമം വന്നാൽ കരയും, ചിരിക്കാൻ വന്നാൽ ചിരിക്കും, എല്ലാ ഇമോഷൻസും ഉണ്ട്. പ്രശ്നം വരുമ്പോ മാറി നിന്ന് കരയുക, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും. അത്രയും നമുക്ക് സഹിക്കാൻ പറ്റാത്തയാണെങ്കിൽ ചിലപ്പോൾ കരഞ്ഞെന്ന് വരാം. പക്ഷെ തോറ്റു കൊടുക്കൂല, തോറ്റു പോയില്ല. ഒരിക്കൽ തോറ്റാൽ തന്നെ നമ്മൾ 100 തവണ ജയിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് സത്യം. ഒരിക്കലും ആരെയും മുമ്പിൽ തോറ്റു കൊടുക്കില്ല, ഒരിക്കൽ പോലും തോറ്റു കൊടുക്കും. തോറ്റെന്ന് ഞാൻ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നത് എങ്ങനെ ഇവരെ മുമ്പിൽ 100 തവണ ജയിക്കാം, ഒറ്റ തവണ അല്ല 100 തവണ ജയിക്കാം എന്നുള്ളതായിരിക്കും എൻ്റെ ചിന്ത. എല്ലാത്തിലും ഒരു വിന്നർ ആവണം എന്നുള്ളൊരു വാശി അങ്ങനെ എന്തെങ്കിലും ഇല്ല, വാശിയില്ല. അങ്ങനെ വിന്നർ ആവണം എന്നുള്ള വാശിയില്ല. വിന്നർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിന്നർ അടിക്കുക അല്ലെങ്കിൽ ഒരു വിന്നർ ആവുക എന്നുള്ളതല്ല. ഓക്കെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നതെല്ലാം. നമ്മൾ സന്തോഷം കണ്ടെത്തണം അതിൽ, അത്രേ ഉള്ളൂ. വിന്നർ ആകുമ്പോൾ ഒരു സന്തോഷം കാണുമല്ലോ. അതെ അതെ. എന്താണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് എന്ന് പറയുന്നത്? എന്താണ് എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നില്ലേ, അത് തന്നെയാണ് സക്സസ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തമ്മിൽ രാവിലെ ഇത്രയും സമയം കുറച്ചു നേരം സംസാരിച്ചു. എൻ്റെ കുറേ ജീവിതത്തിൽ ഉണ്ടായ കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റി. നിങ്ങൾ ചോദിച്ചു എന്നോട്. ഇങ്ങനെ എത്ര പേര് കാണും ചോദിക്കാൻ? പല ആൾക്കാർക്കും ചോദിക്കാൻ ആരും ഉണ്ടാവൂല. നിങ്ങൾ എന്നോട് ചോദിച്ചു, ചേട്ടൻ എന്താണൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. ഇത് ചോദിക്കാതെ അത് പറയാനായിട്ട് ആഗ്രഹിച്ച് എന്തോരം ആൾക്കാർ നമ്മളെ എറണാകുളം, തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഇതൊക്കെ പറയാൻ പറ്റി. എൻ്റെ ജീവിത കഥകൾ എനിക്ക് പറയാൻ സാധിച്ചു. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇതുവരെയുള്ള ഭാഗ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്.